ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധിക്കെതിരെ ഒരാൾ ഇതേണൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം നിർത്തിയിട്ട് പൊയ്ക്കോടി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് പോകാൻ സൗകര്യമില്ല, ഇവിടെ തന്നെ കാണുമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണു ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, ഇല്ലാത്തവർ വിടുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോയാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു പബ്ലിസിറ്റി ആയിട്ട് അവർ ഭയങ്കരമായിട്ട് ഇനിയും ഫെയിമിലോട്ട് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ രേണുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ പേരിലായിരുന്നു അവരെ ഭയങ്കരമായിട്ട് അറിഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് രേണു ചെയ്യുന്ന കാര്യങ്ങളും കൊണ്ട് ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി. ഇത് കണക്ക് നെഗറ്റീവായുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിന് ഭയങ്കരമായിട്ട് പ്രതികരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്തായിരുന്നാലും തീർച്ചയായിട്ടും അവർ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിലൂടെയാണ് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രൊമോഷൻ്റെ ഒക്കെ കാര്യം കിട്ടുമ്പോൾ അതിൽ നിന്ന് പൈസ കിട്ടുന്നത്. സോ ഇത് നിർത്തിപ്പോകാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം വേറെ പ്രത്യേകിച്ച് ജോലി അവർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇതിലൂടെയാണ് അവരുടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഇഷ്ടത്തിന് അതേ കണക്ക് പോട്ടെ. അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനും പറഞ്ഞിട്ടും കാര്യമില്ല.